അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻജിസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ S1 അല്ലെങ്കിൽ സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് സ്കിൽസ് എ കോഴ്സ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ മൊഡ്യൂൾ 1 യൂണിറ്റ് 1 ലെസൺ 1 ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു യൂണിറ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം അതുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറയുന്ന ഒരു പാർട്ടാണ്. സോ ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ടെക്സ്റ്റിലുള്ള പാർട്ടാണ്. Communication is an integral component for social interactions and personal growth. It has helped man evolve since without interactions it is not possible for growth and progress. Communication happens even without language in the form of graffiti, paintings, distinctive sounds, gestures and of course body language. അപ്പോൾ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇസ് എൻ ഇന്റഗ്രൽ കമ്പോണന്റ് ഫോർ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഒരു വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ളതും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ളതുമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഏത്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം. ഇറ്റ് ഹാസ് ഹെൽപ് മാൻ ഇവോൾവ് സിൻസ് വിതൗട്ട് ഇന്ററാക്ഷൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം ഇല്ലാതെ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് അല്ലെങ്കിൽ വളർച്ചയും പുരോഗമനവും സാധ്യമല്ല എന്നതിനാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ മനുഷ്യനെ എന്തിനു സഹായിച്ചിട്ടുണ്ട്, അവന്റെ വളർച്ചയ്ക്ക്, അവന്റെ ആദിമ മനുഷ്യൻ തൊട്ട് ഇന്നത്തെ മോഡേൺ ഹ്യൂമൻ സാപ്പിയൻസ് ആയി നിൽക്കുന്ന ഇന്നത്തെ ആ ഒരു പുതുയുഗത്തിലേക്കുള്ള അവന്റെ വളർച്ചയെ സഹായിച്ചത് എന്ത് ഘടകമാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന ഘടകമാണ്. Communication happens even without language in the form of graffiti, paintings, distinctive sounds, gestures and of course body language. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, അത് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭാഷ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. അല്ല, കമ്മ്യൂണിക്കേഷൻ ഇത് ഭാഷയിൽ മാത്രം ആശ്രയിച്ചുള്ളതല്ല, പകരം എന്താവാം, ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഗ്രാഫിറ്റി. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബസ്സിലൊക്കെ ചില ബസ്സുകളിൽ പഴയ മോഡൽ ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ കയറുമ്പോൾ അതിന്റെ സീറ്റിന്റെ ബാക്കിൽ ആരെങ്കിലും ഇതിനെ കുത്തി വരച്ചതുപോലെയൊക്കെ ഉള്ള പാടുകളൊക്കെ കാണും. അതൊക്കെയാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലങ്ങളുടെ പേരോ ഒക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാഫിറ്റി. ഒരു വോളിലോ അല്ലെങ്കിൽ എന്തൊക്കെയുള്ള ഒരു കുത്തിവര, അതാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റെന്താവാം, പെയിന്റിങ്സ് ആവാം. പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പഴയ കേവ് പെയിന്റിങ്സ്. ആ കേവ് പെയിന്റിങ്സ് ഈ കാലത്തുള്ള മനുഷ്യനെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് മീൻസ് ആണ് ഇത് പെയിന്റിങ്സ്. ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട്സ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ എന്തെങ്കിലും ബഹളം വയ്ക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ബെഞ്ചിൽ അടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട്സ് അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ബോഡി ലാംഗ്വേജ്. ജെസ്റ്റേഴ്സ് ആൻഡ് ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ പെരുമാറുന്ന രീതി. ഇപ്പൊ നമ്മൾ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണിക്കും, നമ്മൾ മുഖത്ത് ദേഷ്യം കാണിച്ചിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും പറയും, നമ്മളിങ്ങനെ ഒരു കണ്ണിന്റെ പിരിയെ മാത്രം ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ നോക്കും. അപ്പൊ അതുപോലുള്ളൊക്കെയാണ് എന്ത്, ജെസ്റ്റേഴ്സ് ആൻഡ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും ആവാം എന്ത്, കമ്മ്യൂണിക്കേഷൻ. അത് ഭാഷയെ തന്നെ അടിസ്ഥാനമാക്കി ആവണമെന്ന് ഇല്ല. Now, etymologically, the word communication originally meant to share publicly. Today, the word has a more precise meaning, sharing knowledge and information. അതായത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡിന്റെ അർത്ഥം ടു ഷെയർ പബ്ലിക്ലി, എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുക എന്നതായിരുന്നു ഏതിന്റെ അർത്ഥം, കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡിന്റെ അർത്ഥം. ബട്ട് ടുഡേ ഇൻ ദിസ് മോഡേൺ ഡേ ഇറ്റ് ഹാസ് എ മോർ പ്രിസൈസ് മീനിങ്. കുറച്ചും കൂടെ എന്തായിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരർത്ഥമാണ് ഏതിനുള്ളത്, കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡിന് ഉള്ളത്. ടുഡേ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിംഗ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. അറിവ് ഷെയർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഏതിന്, കമ്മ്യൂണിക്കേഷന് ഇന്ന് ഉള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേർഡിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ചിലപ്പോൾ 1 മാർക്കിന് എക്സാമിന് ചോദിക്കാവുന്നതാണ്. So communication, the word originally meant to share publicly, but today it means sharing knowledge and information. And
Communication therefore enables people to share ideas, messages, and thoughts through various mediums that range from verbal, visual, non-verbal, or over channels perpetrated by the mass media or the internet. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. സോ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് മനുഷ്യന് യൂസ്ഫുൾ ആവുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്തിട്ടല്ല കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. സോ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു അല്ലെങ്കിൽ ഹെൽപ്സ് എ പേഴ്സൺ ടു ഷെയർ ഹിസ് ഐഡിയാസ്, തോട്ട്സ് ഓർ മെസ്സേജസ്. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ചിന്തയോ ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. അത് എങ്ങനെ എത്തിക്കാൻ? ഡയറക്റ്റ് പറയണം എന്നുണ്ടോ? ഇല്ല. വെർബൽ ആകാം, നോൺ വെർബൽ ആകാം, പറഞ്ഞോ പറയാതെയോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആയിട്ടോ ഒരു വീഡിയോ പോലെ ഒരു വിഷ്വൽ ആയിട്ടോ ഒക്കെ പല ഫോംസിൽ എന്ത് ചെയ്യാൻ ഒരു റിസീവറിലേക്ക് അല്ലെങ്കിൽ ഒരു ശ്രോതാവിലേക്ക് എത്തിക്കാൻ. എങ്ങനെ എത്തിക്കാൻ? അത് നമ്മള് ഇന്റർനെറ്റ് വഴിയോ മാസ് മീഡിയ വഴിയോ അങ്ങനെ പല ഫോംസ് ഓഫ് മീഡിയാസ് വഴി എത്തിക്കാൻ സഹായിക്കുന്ന ആ ഒരു ഹോൾ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ തിയറി was proposed by S.F. Scudder in 1980, and it states that all living beings communicate, although the modes of communication are different. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൊരു പോയിന്റ് ആണ്. സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ തിയറി? Communication theory was proposed by S.F. Scudder in the year 1980, and it states that all living beings communicate, although the modes of communication are different. അതിന്റെ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനുഷ്യര് വാഗുകൊണ്ട് സംസാരിക്കുന്നു, ചില ജീവികള് അതിന്റെ വേറെന്തെങ്കിലും ശബ്ദങ്ങൾ കൊണ്ട് സംസാരിക്കുന്നു, ചില ജീവികൾ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിക്കുന്നു. അതുപോലെ ഓൾ ലിവിങ് ബീങ്സ്, ചില ആൻസ് അതുപോലത്തെ ഇതൊക്കെ ആണെങ്കിൽ എന്താണ് അതിന്റെ എന്തെങ്കിലും സെന്റോ അങ്ങനത്തെ എന്തെങ്കിലും ഫെർമോൺസോ ഒക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഓൾ ലിവിങ് ബീങ്സ് കമ്മ്യൂണിക്കേറ്റ്, ഓൾദോ ദ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫറെന്റ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണെങ്കിൽ കൂടിയും ലോകത്തുള്ള എല്ലാ ആനിമൽസും അല്ലെങ്കിൽ എല്ലാ ലിവിങ് ബീങ്സും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് പറയുന്നത്? SF സ്കഡറിന്റെ 1918 പ്രപ്പോസ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ തിയറി പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ തിയറി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ തിയറി? ദ കമ്മ്യൂണിക്കേഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ SF സ്കഡർ in 1980, and it states that all living beings communicate, although the modes of communication are different. Now, theories of communication work around the concept that it is the process of passing information from one person to another with the help of some medium. The person who initiates a chain of communication is the sender, and the person who receives it is the receiver. അപ്പോൾ ഇതും നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഹൂ ഈസ് എ സെൻഡർ ആൻഡ് ഹൂ ഈസ് ദ റിസീവർ എന്ന് ചോദിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഹോൾ പ്രോസസ്സ് എങ്ങനെയാണ് പറയുന്നത്? അത് ഒരു 2-way പ്രോസസ് ആണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് എന്തെങ്കിലും ആശയമോ സന്ദേശമോ അയക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ഹോൾ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആരാണോ ആദ്യം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് ആര്? സെൻഡർ. ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അദ്ദേഹമാണ് സെൻഡർ. ഇനി ആരാണോ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ആ വ്യക്തിയാണ് ഏത്? ആ ഒരു കമ്മ്യൂണിക്കേഷനിലെ അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷനിലെ റിസീവർ. അപ്പോ ആരാണ് സെൻഡർ, ആരാണ് റിസീവർ എന്ന് നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ ആരാണ് സെൻഡർ? മെസ്സേജ് ആരാണോ ആദ്യം സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആരാണോ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് അവിടുത്തെ സെൻഡർ. ആരാണോ ആ ഒരു മെസ്സേജിനെ റിസീവ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് അവിടുത്തെ റിസീവർ. Communication is a two-way process where a message is sent by the sender, received by the receiver, interpreted and decoded by the receiver, and a suitable response is given back to the sender. The feedback given by the receiver completes the loop, which continues as a process of coding, sending, receiving, decoding, and sending a feedback. അപ്പോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ 2-way പ്രോസസ്. ഹൗ എന്ന് ചിലപ്പോൾ എക്സാമിന് നമുക്ക് ചോദിക്കാം. കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ് ആണെന്ന് പറയുന്നു. എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ് ആയത് എന്ന് നമ്മൾ എഴുതണം.
അപ്പൊ എങ്ങനെയായത്? ഇറ്റ് ഈസ് എ two-way പ്രോസസ് വേർ എ മെസ്സേജ് സെൻഡ് ബൈ ദ സെൻഡർ. ഒരു സെൻഡർ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്ത മെസ്സേജിനെ ആര് എന്ത് ചെയ്യുന്നു? റിസീവർ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇന്റർപ്രിറ്റഡ് ആൻഡ് ഡീകോഡഡ് ബൈ ദ റിസീവർ. ആ ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. എന്നിട്ട് അത് മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എ സ്യൂട്ടബിൾ റെസ്പോൺസ് ഇസ് ഗിവൺ ബാക്ക് ടു ദ സെൻഡർ. ആ വന്ന മെസ്സേജിനനുസരിച്ചുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് സെൻഡറിന് റിസീവർ അയക്കുന്നു. എങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ? കമ്മ്യൂണിക്കേഷൻ two-way പ്രോസസ് ആവുന്നുള്ളൂ. എങ്കിൽ മാത്രമേ അവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ two-way പ്രോസസ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സെൻഡർ വേണം, റിസീവർ വേണം. സെൻഡർ റിസീവറിന് അയക്കുന്ന മെസ്സേജ് റിസീവർ സ്വീകരിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ ആർക്ക് കിട്ടണം? അല്ലെങ്കിൽ ആർക്ക് അയക്കണം? സെൻഡറിന് തിരിച്ച് ഒരു റിപ്ലൈ അയക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു, അല്ലെങ്കിൽ അതൊരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ two-way പ്രോസസ് നടന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് the feedback given by the receiver completes the loop which continues as a process of coding, sending, receiving, decoding and sending a feedback. അതെന്താണെന്ന് നമുക്കിപ്പോ ഇനി അടുത്ത പാരഗ്രാഫിൽ പറയാം. കമ്മ്യൂണിക്കേഷൻ കംപ്രസസ് ഓഫ് 8 മേജർ കമ്പോണൻസ്. ഇനി വരുന്നത് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ഉള്ളത്, എക്സാമിന് ചോദിക്കാവുന്നതും എക്സാമിന് ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 8 components അല്ലെങ്കിൽ 8 major components of communication, which are the objects of study of communication theory. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തിയറി പ്രകാരമാണ് ഈ ഒരു 8 മേജർ കമ്പോണൻസ് നമ്മൾ പഠിക്കുന്നത്. These are interdependent and are considered as basic elements of any communication process. ഏതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടാണ് നമ്മൾ ഏതിനെ കാണുന്നത്? ഇനി പറയാൻ പോകുന്ന 8 കമ്പോണൻസിനെ അല്ലെങ്കിൽ 8 മേജർ എലമെന്റ്സിനെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തതാണ് സോഴ്സ്, 2 സെൻഡർ, 3 ചാനൽ, 4 റിസീവർ, 5 ഡെസ്റ്റിനേഷൻ, 6 മെസ്സേജ്, 7 ഫീഡ്ബാക്ക്, 8 കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 8 മേജർ കമ്പോണൻസ്. ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഒന്ന് സോഴ്സ്, സെൻഡർ, ചാനൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ, മെസ്സേജ്, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇത്രയുമാണ് 8 മേജർ കമ്പോണൻസ്. ഇത് സെയിം ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക, സെയിം ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. എന്താണ് സോഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. എ സോഴ്സ് ഈസ് ദാറ്റ് വിച്ച് പ്രൊഡ്യൂസസ് എ മെസ്സേജ്. ഒരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെൻഡർ. എ സെൻഡർ റെഫേഴ്സ് ടു എ ട്രാൻസ്മിറ്റർ ദാറ്റ് കോഡ്സ് ദ മെസ്സേജ്. ആ ഒരു മെസ്സേജ്, സോഴ്സിൽ നിന്നും ലഭിച്ച മെസ്സേജിനെ കോഡ് ചെയ്ത് ആരാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ചാനൽ ഈസ് ദ മീഡിയം യൂസ് ടു ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ. ആ ലഭിച്ച അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിനെ സെൻഡർ ഒരു സിഗ്നൽ ആയിട്ടായിരിക്കും അയക്കുന്നത്. ആ സിഗ്നലിനെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവറിലേക്ക് എത്തിക്കുന്ന ആ ഒരു മീഡിയം, അത് ചിലപ്പോൾ ഇന്റർനെറ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടെലിഫോൺ ലൈൻസ് ആവാം, അതുപോലത്തെ എന്തെങ്കിലും ആ ഒരു മീഡിയം, ആ ഒരു ചാനൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ ആ ഒരു ചാനൽ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, റിസീവർ റീകൺസ്ട്രക്ട്സ് ദ മെസ്സേജ് ഫ്രം ദ സിഗ്നൽ. നമ്മൾ ലഭിക്കുന്ന ആ ഒരു സിഗ്നലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരു മെസ്സേജിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് ആര്? റിസീവർ. അടുത്തത് ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ ഇസ് ദ പേഴ്സൺ ടു ഹൂം ദ മെസ്സേജ് ഈസ് സെൻഡ്. ആർക്കാണോ ആ മെസ്സേജ് അയക്കപ്പെട്ടത്, ആർക്കാണോ ആ മെസ്സേജ് അയക്കപ്പെട്ടത് ആ വ്യക്തിയെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ പാർട്ടാണ് ഇത്, ദ മെസ്സേജ്. ദ മെസ്സേജ് റെഫേഴ്സ് ടു എ കോൺസെപ്റ്റ്, ഇൻഫോർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് that is sent in an oral, graphic, written, audio visual form to the recipient. ഇങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു നോളജ് ആയിരിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ഇത് എങ്ങനെയായിരിക്കും അയക്കുന്നത്? ബൈ
ഓറൽ വാ കൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ ഗ്രാഫിക് ആയിട്ടോ റിട്ടൺ ആയിട്ടോ ഓഡിയോ ആയിട്ടോ വിഷ്വൽ ആയിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന ഓഡിയോ വിഷ്വൽ ഒരു വീഡിയോ ആയിട്ടോ ഒക്കെ ആ ഒരു റെസിപ്പിയന്റിന് അയക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് സെവൻത് വൺ ഫീഡ്ബാക്ക്. Feedback is the loop of making a two-way communication process related to the response to the message. അതായത് നമ്മൾ ഏതുവരെ പറഞ്ഞു, സോഴ്സിൽ നിന്ന് ഉള്ള മെസ്സേജ് സെൻഡർ സെൻഡ് ചെയ്തു, ചാനൽ വഴി റിസീവറിനെ കിട്ടി, റിസീവർ അത് ഡീകോഡ് ചെയ്ത് സെൻഡർ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു, ഡെസ്റ്റിനേഷനിലെ ആള് മെസ്സേജ് നോക്കി മെസ്സേജ് വായിച്ചു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ടു വേ പ്രോസസ് ആണ്. അപ്പോൾ അതിനുള്ളൊരു സ്യൂട്ടബിൾ റെസ്പോൺസ് ആർക്ക് പോകണം, തിരിച്ച് സെന്ററിലേക്ക് പോകണം. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു റെസ്പോൺസിനെയാണ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന റിപ്ലൈ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ദ ലൂപ്പ് ഓഫ് മേക്കിംഗ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് റിലേറ്റഡ് ടു ദ റെസ്പോൺസ് ടു ദ മെസ്സേജ്. ആ ഒരു മെസ്സേജിനുള്ള റെസ്പോൺസ് തിരിച്ച് സെന്ററിന് അയക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ മെസ്സേജിനുള്ള അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് എയ്ത്ത് വൺ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് is considered as a very significant component as it gives meaning to the whole communication process. It refers to the background and the environment. അതായത് ആ ഒരു മെസ്സേജ് അയക്കാനുള്ള ആ ഒരു സാഹചര്യവും എല്ലാം ചേർത്ത് പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ്, ആർക്കാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ഹോൾ സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടും ഏത് തന്നെയാണ്, കോണ്ടെക്സ്റ്റ് ആണ്. കാരണം കോണ്ടെക്സ്റ്റ് തെറ്റിദ്ധരിക്കപ്പെട്ടാൽ എന്ത് പറ്റും, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെൻഡർ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല റിസീവറിൽ എത്തുന്നത്. റിസീവർ അയച്ച ഫീഡ്ബാക്ക് റിസീവർ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല സെൻഡർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഏത് 8 മേജർ കമ്പോണൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. 1 സോഴ്സ്, 2 സെൻഡർ, 3 ചാനൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ, മെസ്സേജ്, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ്. മെസ്സേജ് എവിടെ നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സോഴ്സ്, ആരാണോ കോഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് അത് സെൻഡർ, ഏത് മീഡിയത്തിലൂടെയാണോ സെൻഡ് ചെയ്യുന്നത് അത് ചാനൽ, എവിടേക്കാണോ ആ മെസ്സേജ് എത്തുന്നത് അത് റിസീവർ, ആർക്കാണോ ആ മെസ്സേജ് അയക്കപ്പെട്ടത് അത് ഡെസ്റ്റിനേഷൻ, എന്താണോ ആ മെസ്സേജിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ അയക്കപ്പെട്ട ആ ഒരു ഇൻഫോർമേഷൻ എന്താണോ അതാണ് മെസ്സേജ്. ആ മെസ്സേജിന് റിസീവർ റിസീവ് ചെയ്തിട്ട് തിരിച്ചയക്കുന്ന റിപ്ലൈ അതാണ് ഫീഡ്ബാക്ക്. ആ ഒരു ഹോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സാഹചര്യം, ആ ഒരു പരിതസ്ഥിതി എന്താണോ അതിനെയാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ തിയറിയും അതുപോലെ തന്നെ 8 മേജർ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.